എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സുദർശനം ജ്യോത്സ്യർ കവലയൂർ. 2024 മെയ് മാസം 1-ാം തീയതി, അതായത് 1199 മേടമാസം 18-ാം തീയതി വ്യാഴം നമുക്ക് മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പകരുകയാണ്. മേട, ഇടവം, മിഥുന ഈ 3 രാശികളുടെ ഫലം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുണർദത്തിൻ്റെ കാൽഭാഗവും ഊയവും ആയില്യവും വരുന്ന കർക്കിടകക്കൂറിൻ്റെ ഫലമാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് കോളടിച്ചിരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. കാരണം വ്യാഴം അവരിപ്പോൾ നമുക്ക് 10-ൽ വ്യാഴം നിൽക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ 11-ലേക്ക് വരികയാണ്. 11-ാം ഭാവം എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായ ഒരു രാശിയാണെന്നാണ് ആചാര്യന്മാരുടെ എല്ലാം അഭിപ്രായം. അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വ്യാഴം ഭാഗ്യാധിപതിയും, അതായത് കർക്കിടകൻ രാശിക്ക് 9-ാം ഭാവാധിപതിയും 6-ാം ഭാവാധിപതിയുമാണ് വ്യാഴം. ആ വ്യാഴം 11-ൽ വരുമ്പോൾ സർവ്വ അഭീഷ്ടസ്ഥാനവും കൂടിയാണ് 11-ാമത്തെ രാശി. ലാഭസ്ഥാനവും അഭീഷ്ടസ്ഥാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വ്യാഴം പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ഉള്ളത്, നിലവിലിപ്പോഴും ഈ രാശിക്കാർക്ക്, അതായത് കണ്ടകശനി കഴിഞ്ഞ് ജനുവരി മുതൽ അവർക്ക് 2023 ജനുവരി മുതൽ അവർക്ക് അഷ്ടമശനി എന്നൊരു ദോഷകാലം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാഴം 11-ൽ വരുമ്പോൾ ആ 11-ലെ വ്യാഴൻ്റെ ഗുണഫലങ്ങളെ പൂർണ്ണമായും തരുന്നതിന് ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നാലും ശനി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ചില ദുരിതങ്ങൾ കൂടി അതിനകത്ത് സംഭവിച്ചേക്കാം. അപ്പോൾ ഈ വ്യാഴനെ പറ്റി മാത്രം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ വന്നു ചേരുമെന്ന്. സമ്പത്ത് വരും. കുറച്ച് നമുക്ക് കിട്ടാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ചില വിജയപ്രാപ്തികളുണ്ടാകും. കേസുകൾ, വ്യവഹാരങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോടതി വ്യവഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ നമുക്ക് കിട്ടേണ്ടതെല്ലാം അതിന് വിജയപ്രാപ്തിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. സർവ്വ അഭീഷ്ട ആഗമം വരവ്. അപ്പോൾ ചിലതെല്ലാം നമുക്ക് ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായ ആ വരുമാന സ്രോതസ്സ് നമുക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സിൽ നിന്നായിരുന്നാലും നമുക്ക് ഒരു പക്ഷേ ഔദ്യോഗിക രംഗത്ത് തന്നെ കിട്ടാതെ കിടക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കാനുള്ള യോഗവും ഈ സമയത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂട്ടായിട്ട് നമുക്കൊരു പക്ഷേ പറയുന്ന കണക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കപ്പെടേണ്ട പല കാര്യങ്ങളും ചിലപ്പോൾ ലഭിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരേണ്ട ഒരു കാലമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് ജോലി ചെയ്യുന്നവരായാലും സർക്കാർ ജോലി ഉള്ളവരായാലും ശരിയും അല്ലാത്തവരായാലും ഇങ്ങനെ വരാം. ബിസിനസ്സിലോ മറ്റേതെങ്കിലും തൊഴിൽ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ്. പുതിയ തൊഴിലുകളും കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നതിന് ശനി ഒരു തടസ്സകാരകനാണെങ്കിലും 2025 മെയ് വരെ ഉണ്ടാകുന്ന സമയങ്ങൾ വളരെ മോശമില്ലാതെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വേനലാണെങ്കിൽ പോലും ഒരു മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം പോലെ നമുക്ക് പലതും വ്യാഴനെ കൊണ്ട് അത് വന്നു ചേരുമെന്നുള്ളതാണ്. ജ്യേഷ്ഠഭ്രാതാക്കന്മാർ, നമ്മുടെ സഹോദരന്മാരോ ജ്യേഷ്ഠഭ്രാതാക്കന്മാരായിരിക്കുന്നതായ സഹോദരിമാരായാലും അവരിൽ നിന്നുള്ള ധനാഗമങ്ങൾ, അവരുടെ സന്തോഷം, അവർ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു വിരോധഭാവത്തിലും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിരോധം മാറി വരുന്നതിനൊക്കെ ഒരു കാരണം ആത്മജാഹ, നമ്മുടെ മക്കളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ചെറുമക്കളിൽ നിന്നോ നമുക്ക് ലഭ്യത, നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കും. അവരിൽ നിന്നുള്ള ആ ധനമൊക്കെ വന്നു ചേരേണ്ട സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. വിവാഹം മുതലായിരിക്കുന്ന കാര്യങ്ങൾ, നല്ല വിവാഹബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യത സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 9-ാം ഭാഗ്യാധിപതിയാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഭാഗ്യം കൊണ്ട് വരുന്നൊരു വഴിയായതുകൊണ്ട്, ഭാഗ്യാധിപത്യം കൂടി ഇരിക്കുന്നത് കൊണ്ട് ആ വ്യാഴനും ഈ ഫലങ്ങൾ കിട്ടും. ഈ വ്യാഴൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബത്തിലെ ഭാര്യ, സന്താനങ്ങൾ, അവരുടെ സന്തോഷവും സുഖങ്ങളും വന്നു ഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും വിരോധാവസ്ഥകളിൽ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം വരാനുള്ള സാധ്യതയും ഈ കാര്യത്തിൽ ഉണ്ട്. ബന്ധുമിത്രാദികളുടേതായിരുന്ന അവരിൽ നിന്നുള്ള ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ വസ്തുവകകൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടേണ്ടി കിടന്നതെല്ലാം നമുക്ക് ചിലപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഭാര്യയുടെ വകയായാലും അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നായാലും അത് വന്നു ചേരാൻ യോഗമുണ്ടെന്ന് സാരം. അങ്ങനെ ഗുണകരമായിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു ഭണ്ഡാരമായിട്ടാണ് 11-ലെ വ്യാഴം നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ല ഫലങ്ങളെ തരേണ്ടുന്ന വ്യാഴം ആ സമയത്ത്
ചില ഗ്രഹങ്ങൾ ചില സന്ദർഭങ്ങളിൽ വേദിച്ചു പോകാനുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ വേദ്യഫലങ്ങൾ ഇവിടെ ഇപ്പോൾ പറയാൻ ചില മാസങ്ങളായിരിക്കും അത് കുറച്ച് ദോഷകരമായിട്ട് വരിക. പക്ഷേ അതങ്ങ് മാറും. അതുകൊണ്ട് പൊതുവെയാണ് നമുക്ക് വ്യാഴൻ്റെ ഫലം ഈ ചാരവശാൽ വന്നാൽ നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ ആ ജാതകത്തിൽ കൂടി ഈ വ്യാഴം നമുക്ക് നല്ല സ്ഥാനങ്ങളിലാണെങ്കിൽ, അതായത് 2, 4, 7, 9, 11 ഈ രാശികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചസ്ഥനും യോഗകർത്താവായിട്ട് വരിക, നീചഭംഗരാജയോഗം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടെങ്കിലും ആ വ്യാഴനെ കൊണ്ട് കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ ഈ ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാരവശാൽ വ്യാഴവും കൂടെ 11 വരുമ്പോൾ അത് കൂടുതൽ ഔന്നത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള സൂചനയാണ് 11 വ്യാഴം. അപ്പോൾ അഷ്ടമശനി ദോഷം ഇരുന്നാൽ തന്നെയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അഷ്ടമശനി ദോഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും രോഗം, അപകടം, പിന്നെ ദുഃഖങ്ങൾ, മരണഭയങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫലം കൂടിയാണ് അഷ്ടമശനി ചെയ്യുക. അപ്പോൾ അങ്ങനെ കഷ്ടാലഷ്ടമൊന്നും കൂടി കൊണ്ടല്ലോ. അപ്പോൾ ഈ ശനി ആ സമയത്ത് ആ ശനിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾക്ക് ആ ഫലങ്ങളിൽ നിന്ന് ഒരു വ്യതിയാനം നമുക്ക് ഈ വ്യാഴം 11 വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തത വരും എന്നുള്ളതാണ്. രോഗശാന്തിയും അപകടത്തിൽ നിന്ന് മോചനവും കാര്യങ്ങളൊക്കെ ഒരു വർഷം നമുക്ക്. അപ്പോൾ ആ ഒരു വർഷം ചെല്ലുമ്പോൾ ശനി അടുത്ത മാർച്ച് കഴിയുമ്പോഴത്തേലും പിന്നെ ശനിയും മാറാനുള്ള സാധ്യതയുണ്ട്. വക്രഗതി കൂടുതൽ വന്നില്ലെങ്കിൽ ശനി ആ സമയത്ത് മാറാൻ യോഗമുണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 11 വ്യാഴനെ കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്നതായ ഫലങ്ങൾ. അപ്പോൾ നല്ല ഫലങ്ങളാണ്. ആ നല്ല ഫലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ നമ്മൾ തുടങ്ങാനായിട്ടുള്ള ബിസിനസ്സിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വർഷം അനുകൂലമായിട്ട് തന്നെ തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഷ്ടമശനിയുടെ ഫലം നേരത്തെ കണ്ടകശനി അഷ്ടമശനിയുടെ ഫലമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ചില നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ സമയം നമുക്ക് ഏതായാലും വ്യാഴൻ്റെ 11 സ്ഥിതി കൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെ സൂചന കാണിക്കുന്നത്. അപ്പോൾ അനിഷ്ടകരമായിരിക്കുന്ന ഫലങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇഷ്ടമായ ഫലങ്ങളെ തരാൻ വ്യാഴം 11 അഭീഷ്ടസ്ഥാനത്ത് വന്നിരിക്കുന്നത് കൊണ്ട് അത് നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫലം. അപ്പോൾ 11 തന്നെ അഭീഷ്ട അർത്ഥാഗമം കീർത്തിയും, നമുക്കവിടെ കീർത്തി ലഭിക്കും, കീർത്തി ഉണ്ടാവും, തൊഴിൽ വിജയം വരും, ജോലി ലഭിക്കും, കിട്ടേണ്ട ജോലികളെല്ലാം നമുക്ക് തടഞ്ഞു വച്ചിരിക്കുന്നതൊക്കെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് കൂടുതലും ആ ഫലം അനുഭവപ്പെടും. വിശേഷിച്ചും വിദ്യാർത്ഥികളിൽ വിജയപ്രാപ്തി ഉണ്ടാക്കും. അപ്പോൾ ചരിത്രപരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട പല കാര്യങ്ങളിൽ നമുക്ക് ആ ഗുണകരമായ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുമെന്നുള്ളതാണ് 11 വ്യാഴം നമുക്ക് തരുന്നത്. എന്തുകൊണ്ട് നല്ല ഫലങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ആ വ്യാഴനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ചൊവ്വ തന്നെ ഇപ്പോൾ നമുക്ക് ആരോഹണാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ചൊവ്വ നമുക്ക് വരുന്നത് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിൽ നിന്നും മേടത്തിലേക്കും കർമ്മസ്ഥാനത്തേക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് ചൊവ്വ 5 ഇതിൻ്റെ കർക്കിടകൻ രാശിക്ക് 5ഉം 10ഉം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ടും അവിടെയും നമുക്ക് ചൊവ്വ അനുകൂലാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ ചൊവ്വ കർമാധിപതിയായിരിക്കുന്ന ഗ്രഹം കർമ്മഭാവത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചില പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കാനും ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ബിസിനസ്സുകളൊന്നുകൂടെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ആ കാര്യത്തിലുണ്ട്. ചിലർക്കെല്ലാം പ്രൊമോഷൻ സാധ്യതയൊക്കെ ഈ വർഷം നമുക്ക് ലഭിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതായ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് 11 വ്യാഴം ശ്രേയസ്കരമാണ്. ഇനി ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ വ്യാഴം നമുക്ക് ജാതകത്തിൽ നെഗറ്റീവായിട്ടാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ ആ ഫലങ്ങൾ കുറച്ച് പിടിച്ചു വയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നല്ല ഫലങ്ങൾ തന്നെ തരട്ടെ, നല്ല ഫലങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.